മൂക്ക് കണ്ടിട്ടുണ്ട് വെക്കും. ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ സൂത ശൗനക സംവാദ രൂപേണയാണ്. ഇത് തുടങ്ങുന്നത് സത്യത്തെ അന്വേഷിക്കാം, അല്ലെ സത്യത്തെ കണ്ടുപിടിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങി സത്യത്തെ കണ്ടുപിടിച്ചുകൊണ്ട് അവസാനിക്കുന്നതാണ് ഭാഗവതം. ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ പുറപ്പെട്ടത് ആ ലക്ഷ്യത്തെ നിറവേറ്റാൻ അല്ലെ നിറവേറ്റിക്കൊണ്ടാണ് ഭാഗവതം അവസാനിക്കുന്നത്. ഒന്നാം ദിവസം സത്യത്തെ അന്വേഷിക്കാം എന്ന് പറഞ്ഞു തുടങ്ങി. ഏഴാം ദിവസം സത്യത്തെ കണ്ടുപിടിച്ചുകൊണ്ട് അവസാനിക്കുക. ശ്രീ വേദവ്യാസമുനി ശ്രീ ഭാഗവതം എഴുതി തന്റെ പുത്രനായിരിക്കുന്ന ശ്രീ ശുകബ്രഹ്മർഷിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അത് പരീക്ഷിത് മഹാരാജാവ് ശ്രവിച്ച് ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്തിച്ചതാണ് ഭാഗവതം. ഓരോ മനുഷ്യജന്മത്തിന്റെയും പരമമായിരിക്കുന്ന ലക്ഷ്യം ആ മുക്താവസ്ഥയിലേക്ക് എത്തുക, മോക്ഷത്തിലേക്ക് എത്തുക എന്നതാണെങ്കിലും എന്തുകൊണ്ടോ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് വിവേചന ബോധമുണ്ടായിട്ടും അല്ലെങ്കിൽ മനനം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതെ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ ജന്മം വൃദ്ധാവിലാക്കി കളയുകയാണ് ഓരോ മനുഷ്യ ജന്മങ്ങളും. ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും നശിക്കുന്നതാണ് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് എങ്കിലും എന്നിട്ടും